ഹലോ വ്യൂവേഴ്സ്, എന്നാ പിന്നെ ഇന്ന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയാലോ? ഇത് നമ്മൾ ഈവനിങ് ഒരു ഡിന്നർ ആയിട്ടാണ് ഇന്ന് മസാല ദോശ ഉണ്ടാക്കിയത്. അതിനായിട്ട് ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങ്, സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തതാണേ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം. ഇതെല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കി, അതായത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണേ. വെളുത്തുള്ളിക്കാണെങ്കിൽ തീരെ ചെറിയ പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കുറച്ച് മതി കേട്ടോ. പിന്നെ കറിവേപ്പില വേണം. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഗരം മസാലയാണ്. ഇത് നമുക്ക് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന മസാലയാണ്. മസാലക്കൂട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, മസാല എല്ലാം കൂടെ വന്നിട്ടുള്ളതില്ലേ, അത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകായിരുന്നു, അത് ഉണങ്ങിയെടുത്താണ്. അപ്പോൾ കുരുമുളക് പൊടിയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കുരുമുളക് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ആയിട്ട് പൊടിഞ്ഞാൽ മതി, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒരു ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്ന വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. അപ്പം അത് കരിഞ്ഞു പോവാതെ നോക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിലായിരിക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ടായിരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ സാധനവും നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് അടുപ്പത്ത് വെക്കേണ്ട കാര്യം വരുന്നില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ മസാലയും കൂടി ആ കിഴങ്ങിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാമേ. എന്നിട്ട് ദോശ ബാറ്റർ എടുക്കുക. നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ലതായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി മാവ് കരച്ച് വെക്കണം. ചിലയിടത്തൊക്കെ മാവ് മേടിക്കാനായിട്ട് കിട്ടുമല്ലോ. നമ്മുടെ ദോശപ്പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇത്രേ കനം കുറച്ച് നമുക്ക് ഈ ദോശമാവ് പരത്തിയെടുക്കണേ. ഇനി നമ്മുടെ ദോശ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. ഒരുപാട് വേണ്ട, കുറച്ച് നെയ്യൊന്ന് ഫുൾ ആ ദോശയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മസാല വെച്ച് കൊടുക്കാമേ. അതിനുശേഷം ഇത് രണ്ട് സൈഡിൽ നിന്ന് നടുക്കോട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.